നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നൂഡിൽസിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് വീട്ടിൽ തന്നെ റെസ്റ്റോറൻറ്റിൽ ഉണ്ടാക്കുന്നത് പോലെയുള്ള നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് വെള്ളം അടുപ്പത്ത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെയുള്ള നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. അതിനുശേഷം ഒരു 2 പീസ് പ്ലെയിൻ നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ കഴിക്കുന്നതിന് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അതിനുശേഷം ഇതുപോലെ ഇളക്കി കൊടുത്ത് തുറന്ന് വെച്ച് വേവിക്കാം. നൂഡിൽസ് വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഇവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്ത് ഒരു മണം വരാൻ തുടങ്ങണം. ഈ സമയത്തൊരു 3-4 പിരിയൻ മുളക് വെള്ളത്തിൽ കുതിർത്ത് അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നൂഡിൽസിന് നല്ലൊരു കളറും ടേസ്റ്റും കിട്ടും. അതുപോലെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് ഒഴിവാക്കാം. ഏറ്റവും അവസാനം സോസുകൾ ചേർക്കുന്ന സമയത്ത് ഇതിന് പകരമായിട്ട് റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്ന കാശ്മീരി ചില്ലിയുടെ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ ഇതിലേക്ക് 1 സവോള ചെറുതായിട്ട് അരിഞ്ഞതും 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇതിനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് വെന്ത് വരേണ്ട ആവശ്യമില്ല. ഒരു ഹാഫ് കുക്ക് ആകുന്നത് വരെ ഇളക്കി കൊടുത്താൽ മതി. 1 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇതിലേക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ 1 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. സമയത്തും തീ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. ഇത് ഒരു 1 മിനിറ്റിനും 2 മിനിറ്റിനും ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷവും കുറച്ച് സമയമൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയമായപ്പോഴേക്ക് നേരത്തെ വേകാൻ വെച്ചിരുന്ന നൂഡിൽസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 90% വേവായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇത് വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഇവിടെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് വെന്ത് വന്ന നൂഡിൽസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിന് മുകളിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം എല്ലാ ഭാഗത്തും ആകുന്നത് വരെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയമായപ്പോഴേക്ക് നേരത്തെ ചേർത്ത് കൊടുത്തിരുന്ന ബീൻസും ക്യാബേജും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് വളരെ കനം കുറച്ച് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്തതിന് ശേഷവും ഒരു 1/2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ക്യാപ്സിക്കമാണ്. പല കളറിലുള്ള ക്യാപ്സിക്കം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം എല്ലാ കളറും ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഏതെങ്കിലും ഒരു കളർ ചേർത്ത് കൊടുത്താലും മതി. ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തതിന് ശേഷവും ഒരു 1/2 മിനിറ്റും കൂടെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സോസുകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ സോയാ സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കുന്ന നൂഡിൽസിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റെഡ് ചില്ലി സോസ് ആണെങ്കിൽ അത്രയും നല്ലത്. ഒരു 1/2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പുളി ടേസ്റ്റ് കൂടുതലായിട്ട് ഇഷ്ടമുള്ളവർക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് സോസോ ഉപ്പോ എരിവോ ഒക്കെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് ചേരുവകൾ ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നൂഡിൽസിൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ നൂഡിൽസിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.